മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി നടപ്പാക്കിയ ക്രമീകരണം തുടരാനാവില്ലെന്ന് ബസ് ഉടമകളും ജീവനക്കാരും. പരിഷ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ബസ് സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്നും നേതാക്കൾ പറഞ്ഞു. ഒന്നും കൊടുക്കാത്ത ഓട്ടോറിക്ഷക്കാർക്ക് മണിക്കൂറോളം നിർത്താമെന്ന് വെച്ചാൽ ഞങ്ങൾ ആരും നിർത്തരുതെന്നല്ല പറഞ്ഞാൽ ഞങ്ങൾ ആർക്കും എതിരല്ല. ഇവിടെ കപ്പലണ്ടി കച്ചവടം ചെയ്യണവനടക്കം ജീവിച്ചു പോട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും നിലനിൽക്കുന്ന ഞങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇതിന് അനുഗുണമായൊരു തീരുമാനം, പ്രയാസങ്ങളില്ലാതെ ഇതൊരു തീരുമാനം ഉണ്ടായി കിട്ടുമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നാളെ വലിയൊരു ക്ലാഷിലേക്ക് പോകാതെ വിദ്യാർത്ഥികളോട് ഈ പറഞ്ഞ ക്രമീകരണം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ല. അവർ കണ്ടോർത്ത് അവർക്ക് ഡോർ തുറക്കേണ്ടി വരും. പിന്നെ ഈ ഇവിടെ മാത്രമുള്ള ബസ് സ്റ്റാൻഡിനുള്ളിൽ ബസ് നിർത്തിയ ഫൈൻ അടിക്കുന്ന മണ്ണാർക്കാട് മാത്രം. ബസ് സ്റ്റാൻഡിൽ നടപ്പാക്കിയ താൽക്കാലിക ക്രമീകരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ടാൽ പിഴ ചുമത്തുന്ന സ്ഥിതിയാണ്. ഇത് കാരണം ബസ് ജീവനക്കാർക്ക് ശുചിമുറിയിൽ പോകാനോ വെള്ളം കുടിക്കാനോ പോലും സ്റ്റാൻഡിൽ ബസ് നിർത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. താൽക്കാലിക ക്രമീകരണം എന്ന നിലയിലാണ് പ്രയാസങ്ങൾ സഹിച്ച് സഹകരിച്ചത്. ഇന്ന് മുതൽ സ്കൂൾ തുറക്കുന്നതോടെ ബസ് സ്റ്റാൻഡിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നേരത്തെ 1 മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങിയിരുന്ന ബസ്സുകൾ 5 മിനിറ്റ് വരെ എടുക്കുന്ന സ്ഥിതിയുണ്ട്. 2 സർവീസുകൾക്കിടയിൽ 10 മിനിറ്റ് സമയമുണ്ടെങ്കിൽ സ്റ്റാൻഡിൽ ആളുകൾ ഇറക്കിയ ശേഷം കുന്തിപ്പുഴ ഭാഗത്തോ ആനക്കട്ടി റോഡിലോ നിർത്തേണ്ട സ്ഥിതിയാണ്. ഇങ്ങനെ നിർത്തിയാൽ തന്നെ അടുത്ത ട്രിപ്പ് എടുക്കാനായി നഗരത്തിലെ തിരക്ക് കാരണം സമയത്തിന് എത്താനും കഴിയില്ല. മിക്കപ്പോഴും ട്രിപ്പ് മുടങ്ങുകയും ചെയ്യും. സ്റ്റാൻഡ് ഫീസ് നൽകുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ പിഴയും മറ്റ് വാഹനങ്ങൾക്ക് സൗകര്യവും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് തുടരാൻ കഴിയില്ല. ഇക്കാര്യങ്ങളെല്ലാം നഗരസഭാ അധികാരികളെ അറിയിച്ചെങ്കിലും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സർവീസ് നിർത്തിയിടാൻ നിർബന്ധിതരാകുമെന്നും പ്രസിഡന്റ് PP മുഹമ്മദ്, ഭാരവാഹികളായ ഫിഫ മുഹമ്മദ് അലി, MM വർഗീസ്, K വേണുഗോപാൽ, മജീദ് എന്നിവർ പറഞ്ഞു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ട്രാഫിക് പരിഷ്കരണം നടത്തിയിട്ടുണ്ട്. നടത്തുന്ന സമയത്ത് 2 മാസത്തോളമായി. നടത്തുന്ന സമയത്ത് ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്കകത്ത് വിളിച്ച് ഞങ്ങൾ ഈ ട്രാഫിക് ഉദ്യോഗസ്ഥരെയും RTM ഉദ്യോഗസ്ഥരെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞത് താൽക്കാലിക ഒരു ക്രമീകരണമാണ്. ഇത് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റം പിൻവലിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ 2 ദിവസം ഞങ്ങളൊരാഴ്ചയോളം സഹിച്ചു. ഞങ്ങളുടെ പ്രയാസങ്ങൾ അറിയിച്ചപ്പോൾ അത് വൻ സക്സസ് ആണ് എന്നാണ് റിപ്പോർട്ട് അവിടെ പഠിച്ചത്. ബസ് സ്റ്റാൻഡിൽ ശുചിമുറിയോട് ചേർന്നുള്ള കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചതിനെ തുടർന്ന് യാത്രക്കാർ പൊരിവെയിലത്ത് നിൽക്കുന്നത് ഒഴിവാക്കാനാണ് താൽക്കാലിക ക്രമീകരണം ഒരുക്കിയത്.